ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ നടപടി വൈകുന്നതിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്ത കുറ്റത്തിൽ വ്യക്തത വരാത്തകൊണ്ടെന്ന് എം വി ഗോവിന്ദൻ വിശദീകരിക്കുന്നു. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് വീണ്ടും ചേരുന്നു. പറയൂ ശ്രീജിത്ത്. ഇസ്കേൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും രണ്ട് തട്ടിലാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചർച്ചകളും റിപ്പോർട്ട് അവതരണവുമാണ് ഇന്നത്തെ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടന്നത്. ജില്ലാ സെക്രട്ടറി വി ജോയി ശബരിമല തിരിച്ചടിയായി അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന കാര്യമാണ് റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ പിന്നീട് നടന്ന ചർച്ചയിലെല്ലാം ശബരിമല തിരിച്ചടിയായെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ എം വി ഗോവിന്ദനാകട്ടെ ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല തിരിച്ചടിയായിട്ടില്ല, ക്ഷേത്ര നഗരികളിൽ തോൽവി ഉണ്ടായിട്ടില്ല എന്ന ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നതിനെ എം വി ഗോവിന്ദൻ ന്യായീകരിച്ചു. പത്മകുമാർ ചെയ്ത കുറ്റം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല, ആ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നടപടിയെടുക്കാൻ വൈകുന്നത് എന്നായിരുന്നു എം വി ഗോവിന്ദൻ ന്യായീകരണം. കുറ്റം തെളിയുന്ന പക്ഷം പത്മകുമാറിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.